ചരൺകുമാർ ലിംബാലയുടെ അക്രമാശി എന്ന പുസ്തകമടക്കം എത്രയോ ജീവിതകഥകൾ, എത്രയോ വാർത്തകൾ, ഇന്ത്യൻ ജാതി വ്യവസ്ഥ വെളിപ്പെട്ട അനുഭവ സാക്ഷ്യങ്ങൾ, പൊതുധാരയിൽ നിന്ന് ഒരു വലിയ വിഭാഗം മാറ്റി നിർത്തപ്പെട്ടതിൻ്റെ വലിയ ചരിത്രമുള്ള രാജ്യം. കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് മേഞ്ഞു നടക്കുന്ന കാലികളുടെ ചാണകത്തിൽ ദഹിക്കാതെ മഞ്ഞ നിറത്തിൽ ചീർത്ത് കിടക്കുന്ന ജോവാർ ധാന്യങ്ങൾ പെറുക്കിയെടുത്ത് അത് കഴുകിയുണക്കി റൊട്ടിയുണ്ടാക്കി കഴിക്കേണ്ടി വരുന്ന ഗതികെട്ട മനുഷ്യരുണ്ട് ഇന്ത്യയിൽ. വിവാഹങ്ങളിൽ ബാക്കി വരുന്ന വലിച്ചെറിയുന്ന ഭക്ഷണ വേസ്റ്റിൽ പരതി അതെടുത്ത് കഴിച്ച് ജീവിക്കേണ്ടി വരുന്നവരും, പൊതുധാരയിൽ നിന്ന് നീചമായി മാറ്റി നിർത്തപ്പെട്ട, മരണത്തിൽ പോലും വിവേചനമോചനമില്ലാത്ത ജനപഥങ്ങളും വിശ്വാസങ്ങളുമുണ്ട് ഇന്ത്യ എന്ന യാഥാർത്ഥ്യത്തിന്. മരണത്തിൽ പോലും ആരും തുല്യരല്ലെന്ന തരം വിവേചനം, അസ്പൃശ്യത, പാരമ്പര്യ വീമ്പുകൾ, നാട്യങ്ങൾ, അതിൽ അഭിരമിക്കുന്ന മനുഷ്യരടക്കം ചേർന്നതാണ് ഈ നാട്. ഈ അന്യായ വിവേചനത്തിലേക്ക് സ്വന്തം വഴിവെട്ടി മുന്നേറുകയാണ് പാലക്കാട് നഗരസഭ. കേരളത്തിൽ ഒരിടത്തുമില്ലാത്ത രീതിയിൽ ജാതി അടിസ്ഥാനത്തിൽ ചില സമുദായക്കാരെ സംസ്കരിക്കാൻ പ്രത്യേക ഇടമൊരുങ്ങുന്നു നഗരസഭയുടെ സർക്കാർ ഭൂമിയിൽ. പ്രാകൃത കാലഘട്ടത്തിലേക്കുള്ള തിരിച്ചുപോക്കിനുള്ള നീക്കം എന്ന് വിമർശനമുണ്ട്. പൊതുശ്മശാനത്തിൽ നായർ സർവീസ് സൊസൈറ്റിക്ക് പ്രത്യേക ഇടം നഗരസഭ അനുമതി നൽകി. ബ്രാഹ്മണർക്ക് പ്രത്യേക ഇടം നേരത്തെ തന്നെ ഉണ്ടെന്നും അവർ പറയുന്നു. പൊതുശ്മശാനത്തിൽ ദളിത് വിലക്ക് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ പുതുമയല്ല. ഒഡീഷ കേന്ദ്രപ്പാടയിൽ നിന്നായിരുന്നു ഒരു വാർത്ത. പൊതുശ്മശാനത്തിൽ ബ്രാഹ്മണരെ മാത്രമേ സംസ്കരിക്കൂ എന്ന് പൗരസമിതി ഒരു ബോർഡ് സ്ഥാപിച്ചു. ഭരണഘടനാ മൗലികാവകാശത്തിൽ ലംഘിച്ച ബ്രാഹ്മിൺ ശംഷൻ ദളിത് പ്രതിഷേധത്തെ തുടർന്ന് മാറ്റി. പരാതി നൽകി 1 വർഷമെടുത്തു ജില്ലാ ഭരണകൂടം നടപടി കൈക്കൊള്ളാൻ. ബ്രാഹ്മണരുടെ സംസ്കാര ഇടം എന്ന പേര് മാറ്റി സ്വർഗദ്വാർ എന്ന് പേരിട്ടു. സ്വർഗ കവാടം. വൈദ്യുത ശ്മശാനത്തിൽ സംസ്കരിച്ചാൽ മോക്ഷപ്രാപ്തി ലഭിക്കില്ലെന്ന വിശ്വാസം വാരണാസിയിൽ എത്തുന്നവർക്കുണ്ട്. ബനാറസിലെ വൈദ്യുത ശ്മശാനത്തിൽ ആള് കുറവാണ്. വിറകിട്ട് നെയ്യൊഴിച്ച് ചിതയൊരുക്കുന്ന ഗംഗയുടെ കരയിലെ ഘാട്ടുകളിൽ തിരക്കും. മൃതദേഹങ്ങൾ ഊഴം കാത്ത് കിടക്കും മണികർണിക ഘാട്ട്. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ ഠാക്കൂറുകൾ ദളിത് യുവതിയുടെ മൃതദേഹം പൊതുശ്മശാനത്തിൽ നിന്ന് ബലം പ്രയോഗിച്ചെടുത്തു മാറ്റി. മധ്യപ്രദേശിലെ ഛത്രപൂരിൽ ദളിത് യുവതിയുടെ സംസ്കാരം ക്ഷത്രിയർ തടസ്സപ്പെടുത്തിയത് അടുത്തിടെയാണ്. മണിക്കൂറുകളോളം മൃതദേഹം റോഡിൽ കിടന്നു. പൊതുശ്മശാനം തങ്ങൾക്കെന്ന് ക്ഷത്രിയർ വാദിച്ചു. ചിലയിടത്ത് മേൽജാതിക്കാർ പുതുവഴി തന്നെ അടച്ചുകളയും. പ്രയാഗ്രാജ് ഗോവിന്ദ് പന്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ പ്രൊഫസർ ചന്ദ്രയ്യ ഗോപാനി പറയുന്നത് ഇങ്ങനെയാണ്: ദളിതർക്ക് സമാധാനമായി സംസ്കാര ചടങ്ങ് നടത്താനുള്ള ഇടങ്ങൾ രാജ്യത്ത് വളരെ കുറവാണ്. തമിഴ്നാട്ടിലെ വെല്ലൂരിൽ ദളിത് മൃതദേഹം കൊണ്ടുവരുന്നത് തടഞ്ഞത് പുഴയ്ക്കപ്പുറമുള്ള ശ്മശാനത്തിലേക്കുള്ള ഏക വഴി അടച്ചുകൊണ്ടാണ്. ഒടുവിൽ പുഴക്കരയിൽ സംസ്കാരം നടത്തേണ്ടി വന്നു. വിവാദമായപ്പോൾ മദ്രാസ് ഹൈക്കോടതി ഇടപെട്ടു. പൊതുശ്മശാന ജാതി വിലക്കിനെതിരെ നിലപാടെടുത്തു കോടതി. ദളിതർക്കുള്ള പ്രത്യേക ശ്മശാനം പോലും ജാതി അസമത്വം കൂട്ടുമെന്നാണ് കോടതി പറഞ്ഞത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കേരളം. ഇവിടെ ജാതിയുണ്ട്, പക്ഷേ പൊതുശ്മശാനത്തിന് ജാതിയില്ല. അങ്ങനെയുള്ള നാട്ടിലെ ഒരു നഗരസഭ സർക്കാർ വക ശ്മശാനത്തിലെ ഒരു വിഭാഗത്തിന് പ്രത്യേക ഇടം നൽകുന്നു. 20 സെന്റ് സ്ഥലം NSSന് നൽകുന്നു. അതിര് തിരിച്ച് മതിലും പണിതു. പൊതുശ്മശാനമെന്ന സങ്കല്പം തന്നെ തകർത്ത തീരുമാനം. NSSന് അനുമതി നൽകിയത് പണം വാങ്ങിയാണെന്നും NSS ഫണ്ടിൽ നിർമ്മാണ പ്രവർത്തനം തുടരുമെന്നും നഗരസഭ പറയുന്നു. ഏതായാലും സംഭവം വിവാദമായിരിക്കുന്നു. ഇതിനെ ചോദ്യം ചെയ്ത് മറ്റ് സമുദായങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. പണം ഞങ്ങൾ സമാഹരിച്ചാൽ നിങ്ങൾ പ്രത്യേക സ്ഥലം നൽകുമോ എന്നാണ് അവരുടെ ചോദ്യം. ചെറുമർ, വിശ്വകർമ്മ, ഈഴവ വിഭാഗങ്ങളുടേതാണ് ചോദ്യം. നഗരസഭയ്ക്ക് ഇതിന് മറുപടിയില്ല. ഭരിക്കുന്നവരുടെ വരേണ്യ താല്പര്യവും ജാതിചിന്തയും പ്രകടമായ തീരുമാനമാണിത്. ഒരു പറമ്പിൻ്റെ പല കോണുകളിൽ പല ജാതിയിൽപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങ്. മറ്റ് സമുദായങ്ങളുടെ ഉപശ്മശാനങ്ങൾക്ക് ഇനി ആവശ്യമുയരും. പൊതുശ്മശാനമെന്ന ആശയം തന്നെ നഷ്ടമാകും. മതേതര കാഴ്ചപ്പാടിന് വിരുദ്ധമായ ഇങ്ങനെയൊരു നീക്കത്തിൽ നയപരമായ തീരുമാനം പോലും എടുക്കാത്ത നഗരസഭ അതിന് ഒത്താശ ചെയ്യുകയാണ് ഉണ്ടായത്. ഇത് കേരളത്തെ പഴയ കാലഘട്ടത്തിലേക്ക് എത്തിക്കും. ഏതായാലും ജാതിയില്ല വിളംബരമുണ്ടായ നവോത്ഥാന കേരളത്തിൽ ഇപ്പോൾ തൂണിലും തുരുമ്പിലും ജാതിയുണ്ട്.